എല്ലാ കൂട്ടുകാർക്കും നെക്സ്റ്റിന്റെ പുതിയ ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന റിയൽ നമ്പേഴ്സ് ആണ്. റിയൽ നമ്പേഴ്സിന്റെ ചാപ്റ്റർ നമ്മൾ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞു. ഇപ്പോൾ ആ ചാപ്റ്ററിന്റെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആണ് വർക്ക്ഔട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ക്ലാസ് കാണുന്നതെങ്കിൽ തൊട്ട് മുമ്പത്തെ ക്ലാസ്സുകളൊക്കെ കണ്ടതിന് ശേഷം മാത്രം ഈ ക്ലാസ് കാണുക. നമുക്ക് ക്വസ്റ്റ്യനിലേക്ക് തന്നെ പോകാം. ഓക്കെ, ക്വസ്റ്റ്യൻ ഫസ്റ്റ് ക്വസ്റ്റ്യൻ HCF of 132 and 77 അല്ലെ. HCF of 132 and 77 എങ്ങനെ ചെയ്യണം? നമുക്ക് 132ന്റെ ഫാക്ടേഴ്സ് കാണാം അല്ലേ. ഇതാണ് നമുക്ക് ചെയ്യാം. 2 കൊണ്ട് ചെയ്യാം, എത്ര കിട്ടും? 66 കിട്ടും അല്ലെ. വീണ്ടും നമുക്ക് 2 കൊണ്ട് ചെയ്യാം, എത്ര കിട്ടും? ഇവിടെ 33 കിട്ടും. ഓക്കെ, വീണ്ടും നമുക്ക് 2 കൊണ്ട് ചെയ്യാൻ പറ്റുമോ? ഇല്ല. അവിടെ കൊണ്ട് ചെയ്യാൻ പറ്റും? നമുക്ക് ഇവിടെ 3 കൊണ്ട് ചെയ്യാൻ പറ്റും. 3 കൊണ്ട് ചെയ്യുമ്പോൾ എത്ര കിട്ടും? നമുക്ക് 3 കൊണ്ട് ചെയ്യുമ്പോൾ എത്ര കിട്ടും? ഇവിടെ 11 കിട്ടും. ഇനി ചെയ്യാൻ പറ്റുമോ? ഇല്ല. 11 ആയില്ലേ, തീർന്നു. ഞാൻ അടുത്തത് 77 നോക്കാം. ഫാക്ടേഴ്സ് 77 നോക്കാം. ഫാക്ടേഴ്സ് എത്ര കൊണ്ട് ചെയ്യാൻ പറ്റും? 77 7 കൊണ്ട് ചെയ്യാൻ പറ്റും അല്ലെ. 7 കൊണ്ട് ചെയ്യുമ്പോൾ എത്ര കിട്ടും? നമുക്ക് 11 കിട്ടും. നമുക്ക് ഫാക്ടേഴ്സ് മാറ്റി എഴുതാം. 132ന്റെ ഫാക്ടേഴ്സ് എങ്ങനെ എഴുതാം? നമുക്ക് 2 raised to 2 into 3 into 11. അതുപോലെ 77ന്റെ ഫാക്ടേഴ്സ് നമുക്ക് എഴുതാം 7 into 11 ആണല്ലോ. നമുക്കിവിടെ എന്താണ് വേണ്ടത്? LCM ആണോ? അല്ല, HCF ആണ് വേണ്ടത്. HCF കണ്ടുപിടിക്കാൻ എന്താ ചെയ്യേണ്ടത്? നമുക്ക് HCF കണ്ടുപിടിക്കാൻ ചെയ്യാം. കോമൺ ആയിട്ട് ഏത് സംഖ്യയാണ് ഇതിന്റെ അകത്തുള്ളത് നോക്കണം അല്ലെ. ഇതിന്റെ അകത്ത് ഏത് നമ്പറാണ് കോമൺ ആയിട്ട് എഴുതി നോക്കണം. അതിന്റെ ഏറ്റവും ചെറിയ പവർ വരുന്ന സംഖ്യയാണ് എഴുതുന്നത്. ഇവിടെ കോമൺ ആയിട്ട് എഴുതുന്നത് എന്തുകൊണ്ട്? ഇവിടെ 11 മാത്രമേ ഉള്ളൂ. ഇപ്പൊ 11 ഇവിടെയും 11 raised to 1 ആണ്, ഇവിടെ 11 raised to 1 ആണ്. നമുക്ക് നോക്കേണ്ട ആവശ്യമില്ല. HCF ഈസ് ഈക്വൽ നമുക്ക് എന്ത് പറയാം? 11 ആണെന്ന് പറയാം. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റിലേക്ക് പോകാം. HCF ഓഫ് 850 and 500. 850 and 500. ഇവിടെ നമുക്ക് എന്ത് ചെയ്യാം? ഫാക്ടേഴ്സ് എടുക്കാം അല്ലെ. 850യുടെ ഫാക്ടേഴ്സ് നമുക്ക് എടുക്കാം. 850 എന്തുകൊണ്ട് ചെയ്യാൻ പറ്റും? 850 നമുക്ക് 2 കൊണ്ട് ചെയ്യാൻ പറ്റും. എത്ര കിട്ടും? 850 കൊണ്ട് 25 കിട്ടും അല്ലെ. ഇനി നമുക്ക് ഇതിനെ 2 കൊണ്ട് ചെയ്യാൻ പറ്റുമോ? ഇല്ല. 3 കൊണ്ട് ചെയ്യാൻ പറ്റുമോ? 3 കൊണ്ട് ചെയ്യാൻ പറ്റുമോ? നമ്മൾ ചെക്ക് ചെയ്ത് എങ്ങനെയായിരുന്നു? ഇതിന്റെ ഡിജിറ്റ്സ് കൂട്ടി നോക്കണം അല്ലെ. 4 + 2 6, 6 + 5 എത്ര വരുന്നുണ്ട്? 11 അല്ലെ. 3 മൾട്ടിപ്പിൾ ആണോ 11? അല്ല, നമുക്ക് അതിനം 3 കൊണ്ട് ചെയ്യാൻ സാധിക്കത്തില്ല. പിന്നെ ചെയ്യാൻ സാധിക്കുന്നതാണ് 5 കൊണ്ടാണ് ചെയ്യാൻ സാധിക്കുന്നത് അല്ലെ. 425നെ 5 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ സാധിക്കും അല്ലെ. 425നെ 5 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ എത്ര കിട്ടും? നമുക്ക് 85 കിട്ടും അല്ലെ. 85 കിട്ടും. ഓക്കെ ആണല്ലോ. ഇനി വീണ്ടും ഇതിനെ എന്തുകൊണ്ട് ചെയ്യാൻ? 3 കൊണ്ട് ചെയ്യാൻ പറ്റില്ല. കാരണം 8 + 5 എത്ര കിട്ടുന്നുണ്ട്? 13 ആണ്. 13 വെച്ച് 3 മൾട്ടിപ്പിൾ അല്ല. വീണ്ടും നമുക്ക് 5 കൊണ്ട് ചെയ്യാൻ പറ്റത്തുള്ളൂ. 5 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു. 1 5 8 എത്ര ഉണ്ട്? 5 ഒരു വട്ടം അല്ലേ. 5 ഒരു വട്ടേ ഉള്ളൂ. ബാക്കി 3 5 35 35 ആകുമ്പോൾ എത്ര കിട്ടും? 5 എത്ര കിട്ടും? നമുക്ക് 17 അല്ലെ. 17 7 ടൈംസ് അല്ലെ. 17. ഇനി 17 നമുക്ക് എന്തുകൊണ്ട് ചെയ്യാൻ പറ്റും? 17 എന്തുകൊണ്ട് ചെയ്യാൻ പറ്റും? എന്തുകൊണ്ട് ചെയ്യാൻ പറ്റുമോ? ഇല്ല. കാരണം എന്താണ്? 17 ഒരു പ്രൈം നമ്പർ ആണ്. ഇവിടെ നമുക്ക് തീർന്നു അല്ലെ. 17 ഒരു സംഖ്യ കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റില്ല. 17 ഒരു പ്രൈം നമ്പർ ആണ്. ഓക്കെ, അതിന്റെ ഫാക്ടേഴ്സ് ആയി. ഇനി 500ന്റെ ഫാക്ടേഴ്സ് നമുക്ക് നോക്കാം. 500ന്റെ ഫാക്ടേഴ്സ് നമുക്ക് നോക്കാം. 500 2 കൊണ്ട് നമുക്ക് ഡിവൈഡ് ചെയ്യാം അല്ലെ. എത്ര കിട്ടും? 250 കിട്ടും. 250 നമുക്ക് വീണ്ടും 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും. 125 കിട്ടും. ഇനി 125 എത്ര കൊണ്ട് ചെയ്യാൻ പറ്റും? 125 എത്ര കൊണ്ട് ചെയ്യാൻ പറ്റും? 3 കൊണ്ട് ചെയ്യാൻ പറ്റുമോ? 2 + 3 3 + 5 8 3 മൾട്ടിപ്പിൾ വരുന്നില്ല. 3 കൊണ്ട് ചെയ്യാൻ പറ്റില്ല. വീണ്ടും എന്താണ് ചെയ്യാൻ പറ്റുമോ? 5 കൊണ്ട് ചെയ്യാൻ പറ്റുള്ളൂ. 5 കൊണ്ട് ചെയ്യാൻ പറ്റണം. 12 എത്ര ഉണ്ട്? 2 ടൈംസ് ഉണ്ട് അല്ലെ. 10 ബാക്കി 2 ഉണ്ട്. 5 25 അല്ലെ. ഇനി വീണ്ടും 25 കൊണ്ട് ചെയ്യാൻ പറ്റും. നമുക്ക് 25 വീണ്ടും 5 കൊണ്ട് ചെയ്യാൻ പറ്റും. ആ 5 കിട്ടി. അതായത് 850യുടെ ഫാക്ടേഴ്സ് എന്താണ്? 850യുടെ ഫാക്ടർ എന്ന് വെച്ച് കഴിഞ്ഞാൽ 2 into 5 raised to 2 into 17. അതേപോലെ തന്നെ 500ന്റെ ഫാക്ടേഴ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് 2 raised to 2 into 5 raised to 2 into 5 raised to 3 അത്രയല്ലേ ഉള്ളൂ. 5 raised to 3 2 raised to 2 into 5 raised to 3. നമുക്ക് നോക്കാം. ഇവിടെ നമുക്ക് എന്താണ്? HCF ആണ് വേണ്ടത്. HCF എന്താ? രണ്ടിലും കോമൺ ആയിട്ടുള്ള ഏത് സംഖ്യയാണ് നോക്കുക. ഇവിടെ കോമൺ ആയിട്ട് 2 raised to 2 ഉണ്ട്. ഇവിടെ 2 ഉണ്ട് അല്ലെ. 5ന്റെ സംഖ്യ ഉണ്ട്. അതിന്റെ ലോവസ്റ്റ് പവർ നോക്കണം. അതായത് ഇവിടെ 2 കോമൺ ഉണ്ട് അല്ലെ. ഇതിന്റെ ലോവസ്റ്റ് പവർ 2 raised to 1 ആണ്. നമുക്ക് 2 raised to 1 into ഇവിടെ 5² ഉണ്ട്. ഇവിടെ 5 raised to 3 ഉണ്ട്. ഇതിന്റെ ലോവസ്റ്റ് പവർ എന്ത് വരുന്നത്? 5² അല്ലെ. That is equal to നമുക്കൊന്നും എഴുതാം
2 into 5 square എത്ര 25 that is equal to 50. നമുക്കിവിടെ HCF എത്രയാണ് 50 ആണ് HCF. ഓക്കെ, ഇനി ഇതിന്റെ LCM ആണ് കാണുന്നെങ്കിലോ ഇതിന്റെ LCM ആണ് നമുക്ക് വേണ്ടെങ്കിലോ നമുക്ക് ഇവിടെ ചോദിച്ചേക്കാം LCM ചോദിച്ചെങ്കിൽ LCM ആണെങ്കിൽ ഇവിടെ നോക്കണം, കോമൺ ആയിട്ട് എഴുതാതെ നോക്കണം അല്ലെ. ഇതിനകത്ത് കോമൺ ആയിട്ട് എഴുതിയതാ 2 ഉണ്ട് 5 ഉണ്ട്. അത് നോക്കുക, അതിന്റെ ഹയസ്റ്റ് പവർ LCM ആവുമ്പോൾ അതിന്റെ ഹയസ്റ്റ് പവർ നോക്കിയാൽ 2 into നോക്കാം, ഹയസ്റ്റ് 2 raised to 2 ആണ്. ഇൻറ്റു 5ന്റെ കോമൺ ആയിട്ട് 5 അതിന്റെ ഹയസ്റ്റ് 5 raised to 3 ആണ്. ഇനി കോമൺ എല്ലാ സംഖ്യയാണ് അത് എടുത്തങ്ങ് എഴുതുക, അത്രേ ഉള്ളൂ അല്ലെ. അതായത് 2 raised to 2 into 5 raised to 3 into 17. 2 raised to 4 into 5 raised to 3 ആകുമ്പോൾ 125 into 17. ഇത് മൾട്ടിപ്ലൈ ചെയ്യണം അല്ലെ. മൾട്ടി എത്ര കിട്ടും നമുക്ക് ചെയ്യുമ്പോൾ എത്ര കിട്ടും നമുക്ക്. ഓക്കെ, ബാക്കി ഇനി നമുക്ക് ഈസ് ഈക്വൽ ടു 4 into 1200 500 വന്നു. 500 into 17 that is equal to 500 into 7 ആകുമ്പോൾ എത്ര കിട്ടും 8500 അല്ലെ. 8500 കിട്ടും. ഓക്കെ, LCM-ഉം HCF ചെയ്യാറിയാലോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം നമുക്ക്. HCF of 96 and HCF of 96 and 406 is equal to 4. Then LCM of 96 and 4. HCF-ഉം LCM-ഉം നമ്പർ നമ്മൾ റിലേഷൻ ഉണ്ടായിരുന്നു. HCF-ഉം നമ്പർ പ്രോഡക്റ്റ് ഓഫ് ദാറ്റ് നമ്പർ is equal to HCF into LCM. That is equal to നമുക്ക് എഴുതാം 96 into 404 അല്ലെ. 404 is equal to 4 into LCM അല്ലെ. ഇങ്ങനെ എഴുതുന്നത് നമുക്ക് LCM വേണ്ടത് അല്ലെ. LCM is equal to 96 into 404 divided by 4 അല്ലെ. 4 ഡിവൈഡ് ചെയ്യണം അല്ലെ. എത്ര കിട്ടും നോക്കി. 4 ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് ഏതിനൊക്കെ വെട്ടിക്കളയാൻ പറ്റും, ഇവിടെ ഏതിനൊക്കെ ക്യാൻസൽ ചെയ്യാൻ പറ്റും നമുക്ക്. ഇവിടെ 4നെയും 96നെയും ക്യാൻസൽ 4നെ 96നെയും ക്യാൻസൽ ചെയ്യാൻ പറ്റുമോ. 4 96നെയും 96നെയും 4നെയും എത്ര കിട്ടും നമുക്ക് 24 അല്ലെ. 24 എടുത്തില്ലേ 24 into 404 into 24 ചെയ്ത് നോക്കാം അല്ലെ. 4 into 4 16 1 16 2 into 4 8 0 2 into 4 8 6 9 6 9 9 6 9 6 അല്ലെ. LCM 9696. ഓക്കെ നോക്കിയേ. If n is any natural number, then which of the following numbers end with digit 0? 0യിൽ അവസാനിക്കുന്ന നമ്പർ ഇതിനകത്ത് ഏത് ഓപ്ഷൻ ആയിരിക്കും. 3 ഓപ്ഷൻ 3 ഓപ്ഷൻ ആണ് കേട്ടോ. A B C D ഏത് ഓപ്ഷൻ ആയിരിക്കും. If n is a natural number, then which of the following numbers end with 0? 0യിൽ അവസാനിക്കുന്ന സംഖ്യ ഇതിൽ ഏതായിരിക്കും. A ആയിരിക്കും ഓപ്ഷൻ, B ആയിരിക്കുമോ, C ആയിരിക്കുമോ, D ആയിരിക്കുമോ, ഏതായിരിക്കും. തീർച്ചയായിട്ടും ഓപ്ഷൻ B ആയിരിക്കും. നമ്മൾ പഠിച്ചാണല്ലേ എന്തുവാ 0യിൽ അവസാനിക്കുന്ന സംഖ്യ ആണ് എങ്കിൽ എന്തായിരിക്കും അത്. എന്റെ ഫാക്ടറിന്റെ അകത്ത് എന്തുമായിരിക്കും 5ഉം അതിന്റെ ഫാക്ടറിനകത്ത് 5ഉം 2ഉം കാണും. ഒരു 5ഉം ഒരു 2ഉം ഉണ്ടെങ്കിൽ മാത്രമേ അത് ഒരു 5ഉം 2ഉം പേരായിട്ട് വരുന്നെങ്കിൽ മാത്രമേ നമുക്കത് 0യിൽ അവസാനിക്കുന്ന സംഖ്യ ആവത്തുള്ളൂ. 5ഉം 2ഉം വരണം, 5ഉം 2ഉം വരണം. 5ഉം 2ഉം ഉണ്ടെങ്കിൽ മാത്രമേ അത് 0യിൽ അവസാനിക്കുന്ന ഒരു നമ്പറായിട്ട് മാറുകയുള്ളൂ. ഓക്കെ, 5ഉം 2ഉം വേണം. ഇവിടെ നോക്കിയേ 5ഉം 3ഉം 2 ആണ് വരുന്നത്. നമുക്ക് ഇതല്ല, ഇത് 6 into ഇതല്ല, 4 into ഇതല്ല. നമുക്ക് വേണ്ടതാണ് 5 into 2. 5 into 2 raised 4 raised to n. ഇതായിരിക്കും ഓപ്ഷൻ ബി ആയിരിക്കും കറക്റ്റ് ആൻസർ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകാം. HCF of 3 raised to 3 into 5 raised to 2 5 raised to 2 into 2 3 raised to 2 into 5 raised to 3 into 2 raised to 2 അടുത്ത 3 raised to 4 into 5 into 2 raised to 3. ഇതിന്റെ എന്തുമായിരിക്കും ആൻസർ നോക്കി. 3 സംഖ്യയാണ്, 3 നമ്പർ ഉണ്ട്. 3 നമ്പർ വരുമ്പോൾ ഫാക്ടേഴ്സ് വന്നേക്കും അല്ലേ. ഫസ്റ്റ് നമ്പറിന്റെ ഫാക്ടർ എന്താണ് 3 raised to 3 into 5 raised to 2 into 2ഉം രണ്ടാമത്തെ നമ്പറിന്റെ ഫാക്ടർ എന്താണ് 3 raised to 2 into 5 raised to 3 into 2 raised to 2ഉം മൂന്നാമത്തെ നമ്പറിന്റെ ഫാക്ടർ 3 raised to 4 into 5 into 2 raised to 3ഉം. നമുക്ക് എന്താ വേണ്ടത് ഇവിടെ HCF ആണ് അല്ലെ. HCF ആണ്. HCF കാണാൻ എന്ത് ചെയ്യണം. ഇതിൽ മൂന്നിലും കോമൺ ആയിട്ട് വരുന്ന സംഖ്യ ഏതാണ് നമുക്ക് അത് നോക്കണം അല്ലെ. ഇത് മൂന്നിലും കോമൺ ആയിട്ട് വരുന്നത് എന്താണ്
3 ഉണ്ട് കോമൺ ആയിട്ട് എഴുതാൻ. അതിന്റെ ലോവസ്റ്റ് പവർ ആണ് HCF എടുക്കുന്നത്. ദാറ്റ് ഈസ് ഈക്വൽ ടു 3 റേസ് ടു 2. 3 കഴിഞ്ഞുള്ള 3 റേസ് ടു 2. ഇനി എന്തുണ്ട് കോമൺ ആയിട്ട് എഴുതാൻ? 5 കോമൺ ആയിട്ട് എഴുതാം. ഈ 5ന്റെ അകത്ത് 5 കോമൺ ആണ്. അതിന്റെ ലോവസ്റ്റ് പവർ 5 റേസ് ടു 1. 5 റേസ് ടു 1. അടുത്തതാണ് 2. 2ന്റെ ലോവസ്റ്റ് പവർ എന്താണ് എഴുതുന്നത്? 2 റേസ് ടു 1. 2 റേസ് ടു 1. എങ്ങനെ എഴുതാം? 3 സ്ക്വയർ വരും 9 ഇൻറ്റു 5 ഇൻറ്റു 2 ഇല്ലേ? 9 ഇൻറ്റു 5 ഇൻറ്റു 2 ദാറ്റ് ഈസ് ഈക്വൽ ടു 5 ഇൻറ്റു 2 എത്രയാണ്? 5 ഇൻറ്റു 10 അല്ലെ? 9 ആവുമ്പോൾ 9 ഇൻറ്റു 10 90. നമുക്ക് HCF എത്ര കിട്ടും? 90. അതായത് ഓപ്ഷൻ ബി എ. ഓക്കെ ആണല്ലോ? ചെയ്യാൻ പറ്റില്ല ക്വസ്റ്റ്യൻ കിട്ടി കഴിഞ്ഞാൽ നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയോ? HCF of 420 189 is equal to 21. Then LCM of 420 and 189. നമുക്ക് അറിയാവുന്ന ക്വസ്റ്റ്യൻ അല്ലേ? എങ്ങനെയാണ് എന്താണ് നമ്മൾ ചെയ്യേണ്ടത്? LCM ഇൻറ്റു HCF ഇൻറ്റു LCM is equal to എന്താണ്? പ്രോഡക്റ്റ് ഓഫ് 2 numbers അല്ലേ? HCF ന്റെ LCM HCF ഉണ്ട് അല്ലേ? HCF 21 ഇൻറ്റു LCM is equal to 420 ഇൻറ്റു 189. LCM is equal to 420 into 189 divided by 21. ഇവിടെ ക്യാൻസൽ ചെയ്യാൻ പറ്റില്ല. ക്യാൻസൽ ചെയ്യാം. 100 ക്യാൻസൽ ചെയ്യാൻ പറ്റില്ല. 21ഉം 420 ക്യാൻസൽ ചെയ്യാൻ പറ്റും അല്ലേ? എത്ര എണ്ണം പറ്റും? 20 ടൈംസ് അല്ലേ? 20 കിട്ടും. 20 കിട്ടുന്നേ 20. ഈ 20 ഇൻറ്റു 189 ഇൻറ്റു ചെയ്യണം അല്ലേ? 189 ഇൻറ്റു 20 ദാറ്റ് ഈസ് 2 ചെയ്യാം നമുക്ക്. 18, 16, 17, 2, 3. That is equal to 378 or 0 അല്ലേ? 0 383780. Okay? 3780 answer. അടുത്ത ക്വസ്റ്റ്യൻ ചെയ്യാം. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ. If two positive integer a and b are written as a is equal to a എന്ന് പറയുന്ന നമ്പർ എന്താണ്? ഒന്നുമില്ല അല്ലേ? a എന്ന് വെച്ചാൽ എന്താണ്? x ക്യൂബ് y സ്ക്വയർ. b എന്ന് വെച്ചാൽ എന്താണ്? ക്വസ്റ്റിനകത്ത് x y ക്യൂബ്. x and y are prime numbers. Then HCF of a and b. a b യുടെ HCF ആണ്. നമുക്കറിയാം ഇതിന്റെ ഫാക്ടേഴ്സ് എഴുതിയിരിക്കുന്നത് x ക്യൂബും y സ്ക്വയറും x y ക്യൂബും ഇതിന്റെ ഫാക്ടർ b യുടെ ഫാക്ടർ എഴുതിയിരിക്കുന്നു. HCF കാണാൻ പറയുന്നത് വെച്ചാൽ HCF ആകുമ്പോൾ നമ്മുടെ ഫാക്ടേഴ്സിനകത്ത് കോമൺ ആയിട്ട് വരുന്ന സംഖ്യ ഏതാണോ അതിന്റെ ലോവസ്റ്റ് പവർ. ഇവിടെ കോമൺ ആയിട്ട് വരുന്ന x കോമൺ ഉണ്ട്. ലോവസ്റ്റ് പവർ x. അടുത്ത y എന്നുണ്ട്. വൈയുടെ ലോവസ്റ്റ് പവർ വരുന്നത് ഏതാ വരുന്നത്? y സ്ക്വയർ. x y സ്ക്വയർ x y സ്ക്വയർ അല്ലെ? x y സ്ക്വയർ. ഓപ്ഷൻ ബി ആണല്ലോ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. LCM of smallest 2-digit composite number and smallest composite number is. Smallest 2-digit composite number smallest composite number അല്ലേ? LCM of smallest 2-digit composite number and smallest composite. LCM of smallest 2-digit composite number. 2-digit composite number smallest ഏതായിരുന്നത്? Smallest composite 2-digit number. Smallest 2-digit നമുക്ക് സ്മോളസ്റ്റ് 2-digit കോമ്പോസിറ്റ് നമ്പർ എന്തുവാണ്? നമ്പർ ഏതാണ്? 10 അല്ലേ? 10 അല്ലേ? 10ന്റെ കോമ്പോസിറ്റ് നമ്പർ അല്ലേ? നമ്പർ സ്റ്റാർട്ട് ചെയ്യുന്നത് 10ലാണ്. 10ന്റെ കോമ്പോസിറ്റ് നമ്പർ ആണ്. ഇനി സ്മോളസ്റ്റ് കോമ്പോസിറ്റ് നമ്പർ ഏതാ? സ്മോളസ്റ്റ് composite number ഏതാ? സ്മോളസ്റ്റ് കോമ്പോസിറ്റ് നമ്പർ 4 അല്ലേ? ഇതിന്റെ എന്താണ്? LCM എടുക്കാനായിട്ട് നമുക്കറിയാം 10ന്റെ ഫാക്ടേഴ്സ് എന്താണ്? 10ന്റെ ഫാക്ടേഴ്സ് 2 into 5. 4ന്റെ ഫാക്ടേഴ്സ് 2 into 2 that is equal to 2 സ്ക്വയർ അല്ലേ? 2 സ്ക്വയർ. ഇനി LCM ആണെങ്കിൽ LCM ആണെങ്കിൽ കോമൺ ഏതാണെന്ന് ഉള്ളത് അതിന്റെ ഹൈയസ്റ്റ് പവർ that is equal to 2 സ്ക്വയർ. ഇനി കോമൺ അല്ലാത്ത സംഖ്യ ഏതൊക്കെ ഉണ്ടോ അതൊക്കെ പാർക്ക് എഴുതുക. ഓക്കെ,
ദാറ്റ് ഈസ് ഈക്വൽ ടു എങ്ങനെ എഴുതാം നമുക്ക്? 2 സ്ക്വയർ 4 ആണ്. 4 into 5 എത്ര കിട്ടി നമുക്ക് ഇവിടെ? 20 ആണ് ഇതിന്റെ ആൻസർ. ദാറ്റ് ഈസ് ഈക്വൽ ടു ഓപ്ഷൻ സി. ഓക്കെ, ഓപ്ഷൻ സി. അപ്പം തൽക്കാലം ഇന്നത്തെ ക്ലാസ് ഇവിടെ വെച്ച് ഞാൻ വൈൻഡപ്പ് ചെയ്യുവാണ്. ഇനി പ്രീവിയസ് ക്വസ്റ്റ്യൻസിന്റെ കുറച്ച് ആപ്ലിക്കേഷൻ ലെവലുള്ള ക്വസ്റ്റ്യൻസ് നമ്മൾ അടുത്ത ക്ലാസ് ചെയ്യുന്നതാണ്. അതുകൊണ്ട് നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കുക. സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചിരുന്നാൽ മാത്രം പോരാ, വീഡിയോസ് കാണുക, ക്വസ്റ്റ്യൻസ് എല്ലാം ചെയ്ത് നോക്കുക. ഓക്കെ.